ഉൾഭാഗമാണ്. നമുക്കൊന്ന് നടന്ന് കാണാം. ഫുൾ വുഡാട്ടോ അതിൻ്റെ റൂഫും ഇതിൻ്റെ പില്ലേഴ്സും. പൗരാണികത മുറ്റി നിൽക്കുന്ന ഒരു മസ്ജിദ് കേട്ടോ ആണ് ഇതിൻ്റെ പ്രത്യേകത. പള്ളി അതിൻ്റെ മധ്യത്തിൽ നടുമുറ്റം. ഇതിൻ്റെ മധ്യത്തിലുള്ള ഈ ഒരു മുറ്റം തന്നെ ഒരു വലിയൊരു ഗാർഡൻ പോലെ ഡിസൈൻ ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഓരോ ഭാഗത്തേക്കും ഗേറ്റ് ഉണ്ട്, വലിയ മിനാരങ്ങളുണ്ട്. കാശ്മീരിൻ്റെ ഒരു ഹെറിറ്റേജ് വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ള മിനാരങ്ങൾ നമുക്ക് ഈ നടുമുറ്റത്ത് വലിയ വൃക്ഷങ്ങൾ വരെയുണ്ട്. ഈ വൃക്ഷങ്ങൾക്കൊക്കെ തന്നെ എത്രയോ വർഷങ്ങൾ കാലപ്പോയിട്ടുണ്ടാവും. നല്ല ഫ്ലവേഴ്സ് ഉണ്ട്, റോസാപ്പൂ, വ്യത്യസ്ത കളറുള്ള റോസാപ്പൂക്കൾ. ഈ നിർമ്മാണം കണ്ടില്ല, ഇഷ്ടികയാണ് കേട്ടത്, കംപ്ലീറ്റ് ഇഷ്ടിക കൊണ്ടാണ്. വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് ഇവിടെ പങ്കെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ നടുമുറ്റത്തൊക്കെ ഫുള്ള് ആൾക്കാരായിരിക്കും. ഇവിടെ ഒരു ഹൗസുണ്ട്, ഇതുണ്ടോ? ഇത് അതിലേറെ മനോഹരം. കാശ്മീരിൻ്റെ ഹെറിറ്റേജും അതിൻ്റെ മുസ്ലിം പാരമ്പര്യമൊക്കെ വിളിച്ചോതുന്ന ഒരു മസ്ജിദ് തന്നെയാണ് ജമാ മസ്ജിദ് ശ്രീനഗർ. ജാമിയ മസ്ജിദിനെ കുറിച്ച് ചെറിയ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ട്. ശ്രീനഗറിൽ ബിൽഡ് ബൈ സുൽത്താൻ സിക്കന്ദർ ഷാ കശ്മീരി ഷംരി 1394 AD. ഒരേ സമയം 33,333 ആൾക്കാർക്ക് ഇതിൽ നിസ്കരിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അതേപോലെ ഇതിന് ഒരുപാട് പ്രത്യേകതകൾ ഇതുണ്ട്. ഇത് മൊത്തം ഇതിൻ്റെ പില്ലേഴ്സൊക്കെ ദേവദാർ വൃക്ഷങ്ങൾ അതേപോലെ കൊണ്ടുവന്ന് നാട്ടി വെച്ച പില്ലേഴ്സാണ് കേട്ടോ. 2-3 വലിയ ഫയർ സംഭവിക്കുകയും അതിനുശേഷം ഇത് റിനോവേറ്റഡ് ബൈ സുൽത്താൻ ഹസൻ ഷാ, അതേപോലെ ജഹാംഗീർ ഷാ, ഔറംഗസീബ് ഒക്കെ ഇത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിർമ്മിച്ചത് 1394 ബിൽറ്റ് ബൈ സുൽത്താൻ സിക്കന്ദർ ഷാ. മസ്ജിദിന്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് അസ്റത്ത് ബാൽ മസ്ജിദിലേക്കാണ് പോകുന്നത് കേട്ടോ.